എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ ഈ ഇടതുപക്ഷക്കാരും മറ്റുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ വളരെ ബാലിശമാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അവർക്ക് ഇടപെടാനോ അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ആളുകൾക്ക് നിലവിൽ തന്നെ അവരോടുണ്ടായിരുന്ന ഒരു പുച്ഛവും പരിഹാസവും വർദ്ധിക്കല്ലാതെ അത് ഒട്ടും തന്നെ കുറയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പുറപ്പത്ത് ചെന്നിട്ട് സാമുദായിക സംഘർഷം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പൊ ആരാ ഇതിന്റെ ഉത്തരവാദികൾ? ഇപ്പൊ ആരെയും കുറ്റപ്പെടുത്തും? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഇതുപോലെയൊക്കെയുള്ള രാഷ്ട്രീയ കളികളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ മലകട ദുരന്തത്തിലെ വിഷയത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു, അതുപോലെ MP രാജേഷ്, ഇവരൊക്കെ ജനങ്ങൾ തോൽപ്പിച്ച വെറുതെ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. സംശയം തോൽപ്പിക്കപ്പെടേണ്ടിരുന്ന ആളുകൾ തന്നെയാണ് P രാജീവ്, R ബിന്ദു, അതുപോലെ നമ്മുടെ MP രാജേഷ്. ഇവർ ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പിറ്റേ ദിവസം ഇവർ വന്നിട്ട് പുതിയ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. ഹരിജനങ്ങളെ മർദ്ദിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇവർ 10 കൊല്ലം ഭരിച്ചപ്പോൾ എന്താ ചെയ്ത്? എന്തെങ്കിലും 5 പൈസക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്തു? ഇല്ല. ഈ 14 തവണ ആമീൻ അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലം ഒഴിപ്പിക്കാൻ വന്നപ്പോൾ ഇടതുപക്ഷ സർക്കാരായിരുന്നു. 10 കൊല്ലത്തിനിടയ്ക്ക് ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി 10 പൈസയുടെ പ്രയോജനം ഇവർ ചെയ്തില്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. ഒരു ഭാഗത്ത് പട്ടികജാതിക്കാരാണെന്നുള്ളത് വാദം ഈ രാജ്യത്ത് നിയമം മാറ്റി എഴുതാൻ പറ്റുമല്ലോ. സുപ്രീം കോടതിയുടെ വിധി കീറിക്കളയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായ ഹസ്തം നീട്ടാനായിട്ട് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടികജാതിക്കാരെ തല്ലിക്കൊല്ലുന്നേ ഓടിവായോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ പരിഹസിക്കും, പുച്ഛിക്കും. അല്ലാതെ MP രാജേഷിനെ കുറിച്ച് ജനങ്ങൾക്ക് പണ്ട് തന്നെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇപ്പോൾ ഒന്നുകൂടി ദൃഢതരമായി ബിന്ദുവിനെ കുറിച്ചുണ്ട്. വേറെവർ ഐ ക്യാരി മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞത് ആ ഇംഗ്ലീഷ് പ്രൊഫസർ ഓർമ്മയില്ലേ? അവരുടെ നിലവാരത്തിൽ യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാകുകയില്ല. അവസ്ഥ. പിന്നെ സൈദ്ധാന്തികനായ സഖാവ് P രാജീവ്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പുങ്കവന്മാരൊക്കെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പരിഹാസ്യരാകും എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. പുതിയ സർക്കാർ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും വിശ്വോത്തരമാണെന്നോ ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ഗംഭീരമാണെന്നോ അല്ലേ ഇനി പറഞ്ഞിട്ടുണ്ട്. പുതിയ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഈ കേൽക്കറെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ സത്യസന്ധനും കാര്യപ്രാപ്തിയുള്ളവരുമായ ഒരു ഉദ്യോഗസ്ഥനാണ് രത്തൻ കേൽക്കർ. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി വെച്ചാൽ ആർക്ക് ഇത്ര വലിയ വിഷമം എനിക്ക് മനസ്സിലാവുന്നില്ല. പശ്ചിമ ബംഗാളിൽ അങ്ങനെ പറഞ്ഞില്ല, അത് പശ്ചിമ ബംഗാളിൽ പോയി പറഞ്ഞു. രത്തൻ യു കേൽക്കർ കേരളത്തിലെ IAS-കാരിൽ വളരെ പ്രഗത്ഭനും സത്യസന്ധനും ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുമാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വേറെ ഉണ്ട്, പക്ഷേ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളവർ വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റും. അല്ലാണ്ട് ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റേ ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറായിരുന്നുള്ള കാരണത്തിന് ഇനി അയാൾ റിട്ടയർ ചെയ്ത് പോണ ഒരു യാതൊരു പദവിയും വഹിക്കാൻ പാടുള്ള എന്തിനു മര്യാദ? അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ജോലി കൊടുക്കണ്ടേ? അതിനല്ലേ പൊതു ഖജനാവിന് ശമ്പളം കൊടുക്കണത്. അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ബക്കറ്റ് വിരുന്ന് നടത്തിയ പൈസ എന്നല്ലോ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്. പൊതു ഖജനാവിന് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കുണ്ട്, ജോലിയൊക്കെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്തോടെ സർക്കാർ നിറവേറ്റുന്നു. അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടും കാര്യപ്രാപ്തിയുള്ള ആളായതുകൊണ്ടും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളായതുകൊണ്ടും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു VD സതീശൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട്. ഇവര് ശിവശങ്കറിനെ വെച്ച് ഓർമ്മയില്ലേ? സഖാബ് ശിവശങ്കരൻ എവിടെ ഇപ്പൊ? അദ്ദേഹത്തിന്റെ ആത്മകഥ വന്നു, പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകൾ വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ശങ്കറിനെ പോലെ കേരള സംസ്ഥാന സർക്കാരിന് ദ്രോഹം ചെയ്ത ഒരാളെ സ്ട്രാറ്റജി ഇലക്ഷന് മൊത്തം പാളിപ്പോയി. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ജനസംഘടനകളുടെ നേതാക്കന്മാരും അവരിവരുമൊക്കെ ചെയ്ത പ്രസംഗം മുഴുവൻ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ തിളക്കുകയാണ്. അവരെല്ലാം ഒരു കാരണവുമില്ലാതെ രോഷം വളർത്താൻ വേണ്ടിയും പോലീസിനെ ആക്രമിക്കാനും ഒക്കെയുള്ള ഈ ആഹ്വാനങ്ങളും ഒക്കെ ആയിരുന്നു. അതിനൊന്നും യാതൊരു
ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യസഭാ MP നടത്തിയ പ്രസംഗം, അതിനൊന്നും ഒരു കാരണവുമില്ല. അവർ അധികാരത്തിൽ വന്നിട്ടില്ല, അധികാരത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയും എടുക്കും 2-3 ആഴ്ച ഇതൊന്ന് ശരിക്കുള്ള പുതിയ സർക്കാർ ഉരുണ്ടു തുടങ്ങാനായിട്ട്. അതിനു മുമ്പ് തന്നെ ഇവരുടെ ഈ ഇതുണ്ടല്ലോ, ഈ ഗൂഢാലോചന കേന്ദ്രത്തിൽ നിന്നും കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം ആദ്യം മുതൽ തന്നെ നമുക്ക് സമരം തുടങ്ങാം. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. 10 കൊല്ലം ഇത്രയും ഒരു സുഖജീവിതം നയിച്ച ഒരു ഭരണവർഗം, റൂളിംഗ് ഇലീറ്റ്, പിറ്റേ ദിവസം മുതൽ തന്നെ അവർ സമരമെന്ന് പറയുന്ന ഒരുതരം അപഹാസ്യമായ ഒരു പരിപാടിക്ക് ഇറങ്ങുകയാണ്. പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി. സമരത്തിന് യാതൊരു ആത്മാർത്ഥതയില്ലെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒഴിപ്പിക്കൽ നേരിടുന്നവരോട് പറയുന്നുണ്ട് ഞങ്ങളുണ്ട് കൂടെ, പേടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം എവിടെ ആയിരുന്നു? അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ ഇത് ഫലിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവർ പ്രശ്നക്കാരാണ്. ഇവരുടെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടക്കും. സമരമുണ്ടോ ചെയ്യാൻ, സമരം എന്ന് ചോദിച്ച് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഇവർ എവിടെ കിട്ടിയാലും ഓടി അവിടെ എത്തും. മുസ്ലിം വർഗീയത എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ധ്രുവീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ ഇലക്ഷൻ്റെ ഒരു തന്ത്രമായിട്ട് പ്രയോഗിച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ പോകുന്ന വഴിക്കുള്ള ഒരു അതിനെ ഒന്ന് ഒരു തീ കൊളുത്തിയിട്ടിട്ട് പോയതായിരുന്നു മുനമ്പത്ത് സംഭവിച്ചത്. ഇത് രണ്ടും ഇച്ചിരി കുറച്ച് തലവേദന ഇവർക്കുണ്ടാക്കും, സർക്കാരിന് തലവേദന ഉണ്ടാക്കുമെങ്കിലും ജനങ്ങൾ ഇതിന് കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ആദ്യത്തെ കുടിയൊഴിപ്പിക്കൽ സമരത്തിൽ തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുകയും പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാണ്. അവർ സർക്കാർ പറയുന്നത് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. ഇവർ പറയുന്നതനുസരിച്ച് ഇവരുടെ ഈ താളത്തിന് തുള്ളാൻ നിൽക്കുകയാണെങ്കിൽ ഇത് അവർക്ക് തന്നെയാണ് ഫൈനലി ഇതിന് പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം ഇത് ഇവരുടെ പുതിയ സർക്കാരിന്റെ ക്രിയേഷനെ അല്ല, ഇത് പഴയ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. 15 പ്രാവശ്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ പോലും ഇത്രയും വർഷമായി 19 കൊല്ലമായിട്ട് ഈ കേസ് നടക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും, ഇപ്പോൾ ലാസ്റ്റ് 10 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും സർക്കാർ ഇതിനകത്ത് ഇടപെട്ടില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ വന്നിറങ്ങിയ ആ തോറ്റ MLA ഉണ്ടല്ലോ, ഇയാൾക്ക് ഇതിനു മുമ്പ് ഇതൊന്നും കാണാൻ കഴിവില്ലായിരുന്നു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.